ഈ ഭരണത്തിന്റെ കീഴിൽ ഈ രാജ്യത്തിൽ ആരോ നമുക്ക് വലിയ യുദ്ധങ്ങളെ, നമ്മുടേതായ പദ്ധതികളെ വലിയ പറഞ്ഞു കൊടുക്കുന്ന ഒറ്റുകാരനുണ്ട്. അവൻ ആരെന്ന് അറിയേണ്ടതിന് രാജാവ് ഉൾപ്പെടെ എല്ലാവരും വ്യാകുലതയോടെ ആയിരിക്കുമ്പോൾ ഭൃത്യന്മാരിൽ ഒരുവൻ രാജാവിനോട് പറയുന്നു, ആരാം രാജാവേ, നിനക്ക് തെറ്റിപ്പോയി. ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ട്, നീ ശയനഗൃഹത്തിൽ, നിന്റെ കട്ടിലിൽ, നിന്റെ ശയനഗൃഹത്തിനകത്ത്, നിന്റെ അരമനയ്ക്കകത്ത് നീ പറയുന്ന വാക്കുകൾ പോലും ഇസ്രായേൽ രാജാവിനോട് പറയുന്ന ഒരു പ്രവാചകൻ ഒരുവൻ ഉണ്ട് എന്ന് പറയുന്നത് കൊണ്ട് രാജാവ് ഭ്രമിച്ചു പോയെങ്കിൽ രാത്രി നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കത്തില്ല. രഹസ്യമായി എവിടെയൊക്കെയോ പലതും മെനഞ്ഞുണ്ടാക്കുന്നെങ്കിൽ ഇന്ന് രാത്രി അതിനെ പരസ്യമായി പൊളിച്ചു കളയുന്ന ഒരു അഭിഷേകം ഇന്ന് തകർക്കേണ്ടതിനെ പലരും പദ്ധതി മെനഞ്ഞുണ്ടാക്കിയിരിക്കുന്നതിനെ ഇന്ന് രാത്രി അവൻ പോലും അറിയത്തില്ല, നീ കാണാൻ പോകുന്നത്. പ്രാർത്ഥനയുടെ പ്രത്യേകത കണ്ടോ? ഒരു രാജാവ് അവന്റെ ശയനഗൃഹത്തിൽ അവന്റെ അരമനയ്ക്കകത്ത് അവൻ പറയുന്ന വാക്കുകൾ പോലും മയിലുകൾക്ക് അകലിയിരിക്കുന്ന പ്രവാചകന്റെ ദൈവം വെളിപ്പെടും. അതല്ലേ കൃത്യം പറഞ്ഞ നീ പറയുന്ന ഓരോ വാക്കുകളും അവൻ ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ടാണ് നമ്മൾ തോറ്റ് പോകുന്നത്. ഇന്ന് പറഞ്ഞ് ചില കെട്ടുകളെ പൊട്ടിക്കാവോ? അവൻ അവിടെ തുടങ്ങുമ്പോഴേ നമ്മൾ കണ്ടിട്ടുണ്ട് ചില മിസൈലുകളെ നമ്മൾ അവരിന്ന് വരുന്നതിന് മുമ്പേ ആകാശത്ത് വെച്ച് തന്നെ എഴുതിട്ടോ വെടിപ്പിച്ചിട്ടോ. എന്താ കാര്യം? റഡാർ ശരിക്കും വർക്ക് ചെയ്യണം. CC ക്യാമറ ഇല്ലേ? CC ക്യാമറ ഇപ്പൊ അമേരിക്ക താമസിക്കുന്നവർ വീടിന്റെ മുമ്പിൽ CC ക്യാമറ വെച്ചിട്ട് അവിടെ നിന്ന് കാര്യങ്ങൾ കാണും. ഗേറ്റ് തുറന്നെത്തും വരുമ്പോ തന്നെ അമേരിക്കയിൽ ഇരുന്ന ആള് കണ്ടതെങ്ങനെ? വെളിപ്പാടുണ്ടോ? വെളിപ്പാടിലല്ലോ ഉണ്ടായി. CC ക്യാമറ ഓൺ ആയത് കൊണ്ടല്ലേ രാജ്യത്തിന് മുകളിൽ അതിർത്തി ലംഘിച്ചത്. അയൽ രാജ്യത്തെ ഒരു പോർ വിമാനം കടന്നു വന്നാൽ റഡാർ അപ്പോൾ തന്നെ കൺട്രോൾ റൂമിൽ വിവരം അറിയിക്കും. അതിർത്തി കടന്ന് ശത്രു വിട്ടതായ ഒരു പദ്ധതി, ശത്രു വിട്ട ഒരു മിസൈൽ വരുന്നുണ്ടെന്ന് അറിയുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ടതിന്, അവിടെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ അതിനെ പൊളിക്കേണ്ടതിന്, അവരെ നിർമൂലമാക്കേണ്ടതിന് ഒരു സംഘം സന്നദ്ധമായിരിക്കുന്നത് പോലെ ഇന്ന് രാത്രി ആ റഡാർ സംവിധാനം എങ്ങനെ ഏകാഗ്രതയോടെ ഇരിക്കുന്നുവോ, അത് കല്ലിൽ അലർട്ടായി ഇരിക്കുന്നത് പോലെ ഇന്ന് രാത്രി നീ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുക. നീ രഹസ്യത്തിൽ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിനക്ക് എതിരെ ഉണ്ടാകുന്ന, നിനക്ക് വിരോധമായി കൂപ്പുകെട്ടുകളെ വിരിവാക്കുന്ന, എതിർവാദങ്ങളെ പൊളിക്കുന്ന തലത്തിൽ ഇന്ന് രാത്രി ആത്മാവിന് വലിയ ക്രിയ നടക്കും. അതുകൊണ്ട് നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന്, അതുകൊണ്ട് നാളെ ഒരു സമയമാകുമ്പോൾ കഞ്ഞിയും കറിയും ഉണ്ടാക്കാതെ, തുണി അലക്കാതെ അറയിൽ കടന്നിരുന്നിട്ട് എന്നെ എന്ത് ചെയ്യരുത്. അതിന്റെ അർത്ഥം എന്ത് ചെയ്തോണം? ഒന്നർത്ഥം പ്രാർത്ഥനയിൽ ഹല്ലേലൂയ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറെ കാര്യത്തിന് പോകല്ലെന്ന് അതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ നമ്മളിവിടുന്ന് പ്രാർത്ഥിക്കാൻ അന്യഭാഷ പറഞ്ഞ് നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അക്കരെ വീട്ടിലെ അച്ചായൻ അവിടുത്തെ അമ്മച്ചിയെ വിളിക്കുന്നത് ഈ പ്രാർത്ഥിക്കുന്ന പുള്ളി കേട്ടു. ഈ പ്രാർത്ഥന എങ്ങനെയിരിക്കും? അറയിൽ കടന്ന് വാതിലടച്ച് ഈ വാതിലം അടയ്ക്കണം. ദൈവത്തോട് ബന്ധമുള്ളവൻ നല്ലൊരു കൂട്ടുകാരനോട് രഹസ്യത്തിൽ നീയും ദൈവം മാത്രമുള്ള ഒരു മുറി, നീ ദൈവവുമായി നിൽക്കുന്ന ഒരു നേർരേഖയിൽ, നിന്നെ കാണുന്ന ഒരു കണ്ണ്, നിന്നെ കാണുന്ന രണ്ട് കണ്ണുകൾ, നിന്റെ ശബ്ദം കേൾക്കാൻ കാത് മുറിപ്പിച്ചിരിക്കുന്ന ഒരു മുഖം, നിന്റേതായ നിലവിളിയെ അപ്പാടെ ഒപ്പിയെടുക്കുന്ന, അതിനെ അപ്പാടെ സ്വീകരിച്ചുകൊണ്ട് സദാ സന്നദ്ധനായി നിൽക്കുന്ന ഒരു ദൂതന്മാർ അവർ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ചെയ്യേണ്ടതിന് ഇന്ന് രാത്രി ചില വാതിലുകൾ അടച്ച് കണ്ണുകളെ കല്ലേരിയോ, കാതുകളെ കല്ലേരിയോ, അതരത്തെ കാലുകളെ അടക്കി ഒതുക്കിക്കൊണ്ട് ദൈവസനയിൽ ഇന്ന് രാത്രിയിൽ ഒരു വിഷയം പരസ്യമായിരിക്കുന്ന ഒരു മറുപടി വേണമോ? ദൈവസനയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു തുടങ്ങും. അമേ കല്ലേരിയ നീ പോലും അറിയാത്ത വാതിലുകൾ നിനക്ക് ദൈവം തുറക്കും. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആ വാതിലൂടെ ഇന്ന് രാത്രി നമ്മൾ കയറാൻ പോകുന്നു. രാത്രി ദൈവകൃപയിൽ നിൽക്കുന്ന ദൈവസഭയോട് ഞാൻ ആത്മാവിൽ പറയുന്നു, യഹോവ നമുക്ക് അനുകൂലമെങ്കിൽ
പ്രതികൂലമാകരുത്. ദൈവം അനുകൂലമാകണമെങ്കിൽ ദൈവസനയിൽ താണിരിക്കുന്നവർക്ക് ആ ദൈവം തന്നെ കാത്തിരിക്കുന്നു. ഒരുവനും ലജ്ജിച്ചു പോകുവാൻ അവൻ അനുവദിക്കത്തില്ലെന്ന് വചനം പറയുന്നു. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സീയോൻ പർവ്വതം പോലെയാകുന്നു. ചില കാറ്റുകൾ ഈ പർവ്വതത്തെ കുലുക്കി കളയത്തില്ല. ഒരു ഭൂമികുലത്തിന് ഈ പർവ്വതത്തെ കുലുക്കി കളയാൻ കഴിയത്തില്ല. തിരമാലകൾക്ക് ഈ പർവ്വതത്തെ കുലുക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അത്രമാത്രം ദൃഢമേറിയ അനുഭവം എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലും അധികം ചെയ്യുമെങ്കിൽ രാത്രി ദൈവത്തോട് കണ്ണുനീരോടെ കരഞ്ഞു തുടങ്ങണം. പ്രാർത്ഥനയുടെ തലം മാറണം. ആമേൻ. യേശുവിന്റെ സഹോദരനായിരിക്കുന്ന യോഹന്നാൻ മരിച്ചുപോയപ്പോഴും യൂദായിയുടേതായ മരണകാലഘട്ടങ്ങളിലെല്ലാം അവരെല്ലാം പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരുടെ ഗണത്തിൽപ്പെടുന്നവരാ. അവരുടെ പ്രാർത്ഥനയുടെ തലങ്ങളെല്ലാം വ്യത്യസ്തമാണ്. എപ്പോഴും ദൈവസ്വരയിൽ കരയുന്ന പ്രാർത്ഥിക്കുന്ന ഒരു ഗണത്തിൽ ഇന്ന് രാത്രി നിങ്ങൾ ഞാനുമായി മാറാൻ തയ്യാറുണ്ടോ? എന്ന് പറഞ്ഞോ എപ്പോഴും ദൈവത്തോട് ബന്ധമുള്ളവൻ പ്രാർത്ഥിക്കും. നടക്കുമ്പോൾ പ്രാർത്ഥന, ആരാധനയെ പ്രാർത്ഥന, കറി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥന, അവരുടെ നടക്കുമ്പോൾ പ്രാർത്ഥന. അവൻ കൂട്ടുകാരുമായി കണ്ടേരിയോ അവൻ സ്വറ പറഞ്ഞിരിക്കാനല്ല, കൂട്ടുകാരുമായി തിന്ന വേഗത്തിൽ കാര്യം പറഞ്ഞ് വേഗത്തിൽ വീട്ടിൽ വന്ന് മനസ്സ് തുറന്ന് ദൈവത്തോട് വിഷയം പറഞ്ഞ് പ്രാർത്ഥിക്കുക. ദൈവത്തോട് വിഷയം ഷെയർ ചെയ്യുക. അവൻ ദൈവത്തോട് പറഞ്ഞു തുടങ്ങുക. അവൻ കുഞ്ഞുങ്ങളോട് ഹല്ലേലൂയ ചിരി കളിയുമായി ഇരിക്കുമ്പോഴും അതിന് ലിമിറ്റേഷൻ വയ്ക്കും. ഹല്ലേലൂയ വേഗത്തിൽ ഓടിച്ചെന്ന് ദൈവസനയിൽ പായിട്ട് നിലവിളിയോടെ ദൈവസനയിൽ കരയുന്ന ഹല്ലേലൂയ അവൻ കരയുന്ന ഹന്നായിക്ക്, പ്രാർത്ഥിക്കുന്ന ഹന്നായിക്ക് ഹല്ലേലൂയ പ്രവാചകനായിരിക്കുന്ന ശമൂവേലിനെ ദൈവം ഹല്ലേലൂയ ഇന്ന് രാത്രി കണ്ണുനീരോടെ പറഞ്ഞു തുടങ്ങാൻ. നിന്റെ തലമുറ നാശത്തിലേക്ക് പോകുന്നവരല്ല, നിന്റെ നാശത്തിലേക്ക് പോകുന്ന ഗണത്തിൽപ്പെടുത്തത്തില്ല പിശാചിന്. ഹല്ലേലൂയ പദ്ധതികളെ നിന്റെ മേലുള്ള പദ്ധതിയെ പിശാച് പൊളിക്കാൻ അനുവദിക്കാതെ പ്രാർത്ഥനയുടെ തലം ഇന്ന് രാത്രി ഉയരട്ടെ. അതുകൊണ്ട് ഭക്തൻ പറഞ്ഞു, എന്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായും കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായി തീരട്ടെ. ഇവർ രണ്ടിലും ദൈവപ്രസാദം ഇന്ന് രാത്രിയിൽ ഉണ്ടാകും. മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്ക്. അടുത്ത വീട്ടുകാർക്കും കൂടെയുള്ളവർക്കൊക്കെ ഈ ശബ്ദം അറവറപ്പായിരിക്കും. പാറപ്പുറത്ത് ചിരട്ടയിട്ട് വരയ്ക്കുന്ന പോലത്തെ സൗണ്ടാന്ന് പറയും. പക്ഷെ നീ ഭാരപ്പെടേണ്ട, നീ ദൈവമായുള്ള ബന്ധമാണ്. ഇതിന്റെ അകത്ത് മനുഷ്യന്റെ മുഖമല്ല നിന്നെ നോക്കേണ്ടത്, ദൈവമുഖം അന്വേഷിപ്പാൻ. ദൈവമുഖം അന്വേഷിപ്പിൻ. നിന്നാൽ ഇന്ന് രാത്രി ആമേൻ നീ ശുഭമായിരിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ കുറിവാക്യത്തിൽ വായിക്കുന്നു, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക്. ഇനി ഇതിന് കൂടുതൽ ഒരു തല കൈവച്ച് എന്തെങ്കിലും ഒരു ദൂത് വേണോ? ഇതിനപ്പുറം ഒരു അവനൊരു വെളിപ്പാടിനി വേണ്ട. എന്തെങ്കിലും വേണം ചോദിക്കാനാണ്. ദൈവം പറഞ്ഞല്ലോ, എന്നോട് ചോദിച്ചു കൊടുക്കുക, ജാതികളെ അവകാശമായി കൈവശമായത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ചോദിക്കാൻ മാത്രം ചെയ്യുക. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചേ ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു തുടങ്ങി. കർത്താവേ, ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കും. ഞങ്ങൾ ഇന്ന് രാത്രിയിൽ രഹസ്യത്തിൽ ചില വിഷയങ്ങളെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളെ രഹസ്യമായിരിക്കുന്ന പ്രാർത്ഥന, രഹസ്യത്തിലുള്ള ഞങ്ങളുടെ പ്രാർത്ഥന പലരോടും പറയാൻ പറ്റത്തില്ല, ഒരാളോട് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങൾ അനുഭവിക്കുന്ന വേദന അത് വേറെയാ, ഞങ്ങൾ അനുഭവിക്കുന്ന കണ്ണുനീര് അത് വേറെയാ. ഞങ്ങളെ കാണുന്നവരാരുമില്ലപ്പ, ഞങ്ങളുടെ വേദനകൾ അറിയുന്നവരാരുമില്ല. ഞങ്ങൾക്ക് കരയുവാനും പറയുവാനും വിലപിക്കുവാനും അവിടുന്ന് മാത്രമേ ഉള്ളപ്പ. അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാ, ഞങ്ങൾ അങ്ങയോട് കരയുന്നു. ഞങ്ങളെ കാണാതവണ്ണം പലരും മുഖം മറച്ച് കടന്നു പോകുമ്പോ ഞങ്ങളെ രഹസ്യത്തിൽ കാണുന്ന ഞങ്ങളുടെ അപ്പ, ഞങ്ങളെ കാണുന്ന ഞങ്ങളുടെ നന്മയപ്പ. ഇന്ന് രാത്രി പരസ്യമായിരിക്കുന്ന ഒരു മറുപടി, എന്റെ പരസ്യക്കോലമാക്കുമെന്ന് പറഞ്ഞവരുടെ നടുവിൽ, എന്റെ പരസ്യക്കോലമാക്കുമെന്ന് പറഞ്ഞവരുടെ പരസ്യക്കോലമാക്കുമെന്ന് വെല്ലുവിളികളുടെ നടുവിൽ ഇന്ന് രാത്രിയിൽ എനിക്ക് പരസ്യമായിരിക്കുന്ന ഒരു മറുപടി ആകട്ടെ എന്ന് ആത്മാവിൽ എല്ലാവരും പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയോടെയായിരിക്കുമ്പോൾ കർത്തൃവൃത്തിയൻ കുര്യൻ പാസ്റ്റർ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് അവൻ ആശീർവാദം പറഞ്ഞ ഈ ദിവസത്തെ ഈ സെക്ഷൻ അവസാനിപ്പിക്കാൻ നമുക്ക് പ്രാർത്ഥനയോടെ ദൈവശക്തിയായിരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാനിത്യന്റെ നീതിമാന്മേ സ്വർഗ്ഗ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട
തിരുവചനങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ അനുഗ്രഹത്തിന് വിടുതലിന് കാരണമായി തീരുവാൻ സ്വർഗ്ഗ സഹായിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ കാര്യങ്ങളിൽ സമർപ്പിക്കുകയാണ്. സ്വർഗ്ഗമാണ് അനുഗ്രഹിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, വചനം സംസാരിച്ച ദൈവദാസനെ അങ്ങനെ കാര്യങ്ങളിലേക്ക് സ്വർഗം ശക്തമായ ഉപയോഗിച്ചങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, നിങ്ങൾ പകൽ കേട്ട ദൈവശബ്ദവും ഞങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ വിടുതലിന് കാരണമായി തീരണ നേരത്തും ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തോത്രേശ്വരന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരുടെ കാര്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ വന്നതുപോലെ അല്ല കർത്താവെ, മടങ്ങി പോകുമ്പോൾ ഇരട്ടി പങ്ക് പ്രാപിച്ച് ഇരട്ടി അനുഗ്രഹത്തോടുകൂടി മടങ്ങി പോകുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം സഹായിക്കുമാറാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം മഹത്വം അങ്ങേടിക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് സമാധാനത്തോടെ കടന്നു പോകാം. എന്മനമേ യഹോവയെ വാഴ്ത്തുക, സർവാന്തരംഗമേ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരം മറക്കരുത്. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവർക്കും സമാധാനത്തോടെ കടന്നു പോകാം. രാത്രിയിൽ ഹല്ലേലൂയ, ദൈവം നമ്മെ അധികമായി അനുഗ്രഹിക്കുവാൻ ദൈവസന്നിധിയിൽ നമുക്ക് ഒരിക്കൽ കൂടെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിലായിരിക്കാം. മേഖലയിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സഹവാസവും നാം പ്രാർത്ഥനയിൽ ഓർക്കപ്പെട്ട എല്ലാ കാര്യങ്ങളോടും കർത്താവായ യേശുവിന്റെ വീണ്ടും വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഈ രാത്രിയിൽ ജയം തന്ന ദൈവത്തിന്റെ മഹത്വം. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. എല്ലാവർക്കും സമാധാനത്തോടെ കടന്നു പോകാം. ദൈവം നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ.